ഹായ് ഫ്രണ്ട്സ്, മല്ലു സ്റ്റാർ ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തംബ്നെയിലിൽ കാണിച്ചിരിക്കുന്നത് പോലെ ടോപ്പിനകത്ത് ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇത്രയൊക്കെയാണ്. ഞാനൊരു മെറൂൺ കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബീഡ്സാണിത്. പിന്നെ ഒരു ക്രീം കളറിലുള്ളതുണ്ട്. പിന്നെ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടി നൂലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് എംബ്രോയ്ഡറി ത്രെഡാണ്, 6 സ്ട്രാൻഡ്സിൻ്റെ ത്രെഡ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് ബീഡ്സ് കൊടുക്കാനായിട്ട് ഇതുപോലത്തെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എംബ്രോയ്ഡറി ചെയ്യാനുള്ള നീഡിലും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് ഈ ബീഡ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബീഡ്സ് ഓരോ കളറ് ഇടവിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടൊരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ആദ്യമേ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ട് ഈ ഫ്ലവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ ബീഡ്സും വെച്ചതിന് ശേഷം ബാക്കിലൊരു നോട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ബീഡ്സ് അവിടെ നിന്ന് ഇളകി പോകാനായിട്ട് സാധ്യതയുണ്ട്. കണ്ടില്ലേ? കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ ആദ്യമേ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഫ്ലവേഴ്സ് ചെയ്യുകയായിരിക്കും എളുപ്പം. ഇനിയിപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ട് ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നൂലെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന ഈ ഒരു സൂചിയിൽ കോർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അറ്റത്തായിട്ട് ഒരു നോട്ട് ഇടുക. ഇത് ഒറ്റ സ്റ്റാൻഡായിട്ട് എടുത്താൽ മതി, രണ്ടിനായിട്ട് ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമ്മൾ താഴേന്ന് കുത്തിയെടുക്കണം. ഇപ്പോൾ ഈ ഒരു ബീഡിന് ചുറ്റുമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ കുത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ സൂചി ബാക്കിൽ നിന്ന്, ഈ ത്രെഡിൻ്റെ ബാക്കിൽ നിന്ന് കൊണ്ടുവന്നിട്ട് 4 ചുറ്റിടുകയാണ് ചെയ്യേണ്ടത്. 4 ചുറ്റിട്ടിട്ട് ഇത് നമ്മൾ താഴേന്ന് എടുത്തതിൻ്റെ തന്നെ ഒരു കുറച്ച് നീക്കി, ഒരു ഇത്രയും നീക്കിയിട്ട് നമ്മൾ താഴോട്ട് കുത്തിയിറക്കണം. അപ്പോൾ കുത്തിയിറക്കുന്ന സമയത്ത് ഈ ഒരു സൈഡുണ്ടല്ലോ, അത് നമ്മൾ ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിക്കണം. ഒത്തിരി ടൈറ്റായിട്ട് വലിക്കേണ്ട, ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ ഒരു നൂല് ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ നോട്ട് ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. താഴോട്ട് കുത്തിയിറക്കുക. കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മളൊരു സിംഗിൾ നോട്ട് ഇടുന്നത്. ഇനി ഇതിന് ചുറ്റും ഒരു 5 അല്ലെങ്കിൽ 6, അത് ബീഡ്സിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. എനിക്ക് തോന്നുന്നു വലിയ ബീഡ്സ് ആകുമ്പോൾ 6 എണ്ണം വേണ്ടി വരുമെന്ന് തോന്നുന്നു. നമുക്ക് ഇട്ട് നോക്കാം. കണ്ടില്ലേ? ഇങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിം കളറ് നൂലെടുക്കുമ്പോഴത്തേക്കും ആ ഒരു സെയിം കളർ ബീഡ്സിൻ്റെ ചുറ്റും, ഇപ്പോൾ നമ്മൾ വൈറ്റ് ബീഡ്സിൻ്റെ ചുറ്റാണ് ഈ മെറൂൺ കളർ ഫ്ലവേഴ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വൈറ്റ് ബീഡ്സ് എല്ലാം, ആ ഒരു ഏരിയയിലുള്ള വൈറ്റ് ബീഡ്സ് എല്ലാം ഒരുമിച്ച് ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റ് ബീഡിൻ്റെ ചുറ്റും കൂടെ ഫ്ലവർ ചെയ്യാം.
കണ്ടില്ലേ? അപ്പം നമ്മൾ ഫ്ലവേഴ്സിൻ്റെ വർക്കെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലവേഴ്സ് എല്ലാം ഇതുപോലെ കഴുത്തിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ ഇതുപോലെ തുന്നി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ബീഡ്സ്, ഈ മെറൂൺ കളറിലുള്ള ബീഡ്സും ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലവറിന് ചേരുന്നൊരു കളറായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ നീളത്തിലുള്ള ബീഡ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ സ്പ്രെഡ് ചെയ്യാനായിട്ട് പോവാണ്. അത് ഇതുപോലെ സൂചി നൂലും വെച്ചിട്ട് തന്നെയാണ് തുന്നി ചേർക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ 2 ലെയറായിട്ട് സൂചിയിൽ നൂല് കോർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് താഴേന്ന് എടുത്തിട്ട് അടിയിൽ കട്ടിട്ടിട്ട് താഴേന്ന് ഇങ്ങനെ കോർത്തെടുത്തേക്കുവാണ്. അത് കഴിഞ്ഞ് ഇതിങ്ങനെ മേളിലോട്ട് കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഓരോ ബീഡ്സായിട്ട് നമ്മൾ തുന്നി ചേർക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ? ഇതുപോലെ തുന്നി ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്ത ബീഡ്സും ചെയ്യാം. അപ്പം നമ്മൾ ഈ ബീഡ്സിന് നീളമുള്ള കാരണം കൊണ്ട് അടുത്ത താഴോട്ട് വലിക്കുമ്പോഴത്തേക്കും കുറച്ച് നീക്കി വേണം താഴോട്ട് കുത്താനായിട്ട്. കണ്ടില്ലേ? ഇതുപോലെ അപ്പോൾ ഏകദേശം കുറച്ച് അടുത്തടുത്തായിട്ട് നമ്മൾ ബീഡ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക ചെയ്യേണ്ടത്. കണ്ടില്ല? അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ നെക്ക് ഫുൾ ഈ സ്റ്റിക്ക് പോലത്തെ ബീഡ്സ് നമുക്ക് തുന്നി ചേർത്ത് വെക്കാം. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറുതായിട്ട് ഒരു 3-4 ബീഡ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു കെട്ടിടാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നൂല് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബീഡ്സ് എല്ലാം കൂടെ താഴോട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഒരു 4-5 ബീഡ്സ് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം. കണ്ടില്ലേ? അപ്പം നമ്മുടെ ബീഡ് വർക്ക് ഇതാ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. വളരെ എളുപ്പം ചെയ്ത് തീർക്കാവുന്ന ഒരു ബീഡ് വർക്കാണിത്. ഇത് ടോപ്പിൻ്റെ നെക്കിനും അതുപോലെ ബ്ലൗസിൻ്റെ ഒക്കെ ആണെങ്കിൽ നെക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് സാധനങ്ങളെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. 3 തരത്തിലുള്ള ബീഡ്സും പിന്നെ ഈ എംബ്രോയിഡറി ത്രെഡും വെച്ച് നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ എന്തെങ്കിലും വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ എഴുതി ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.